മഹാനും പരിശുദ്ധനുമായ ദൈവത്തിന് സ്തോത്രം. സമാഗതരായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർക്കും വിശുദ്ധന്മാർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. സ്ഥലകാല ഭേദം കൂടാതെ കൃപാസനത്തോടടുത്തു വരുവാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പുത്രത്വത്തിന്റെ പദവികൾക്കായി സ്തോത്രം. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമായിരുന്ന നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ ദൈവിക ബന്ധത്തിനായി സ്തോത്രം. ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നതുപോലെ തന്നെ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്ത യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ശത്രുത്വത്തെ ഇടിച്ച് നിരപ്പ് വരുത്തിയ, സമാധാനം വരുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം. നമുക്ക് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നലെ നാം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളെ പഠിച്ചു. 1-ാമത്തെ വാക്യത്തിൽ 4 ശക്തന്മാരായ ദൂതന്മാരെ കണ്ടു. അവർ ദൈവിക ന്യായവിധി നടത്തുവാൻ ഭൂമിയിൽ നാശം വിതയ്ക്കുവാൻ ഒരുക്കപ്പെട്ട് അധികാരം പ്രാപിച്ച് നിൽക്കുന്നു. ഭൂമിയുടെ 4 ദിക്കുകളിലാണ് അവർ നിൽക്കുന്നത്. മുഴു പ്രപഞ്ചത്തെയും അല്ലെങ്കിൽ മുഴു ഭൂമിയെയും അവരുടെ പ്രവൃത്തികൾ ബാധിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ 5-മതൊരു ദൂതനെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ മുദ്രയിടുന്നതിനുള്ള നിയോഗമാണുള്ളത്. അവിടെ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലായി. ദൈവം ആ ദൂതൻ മുഖാന്തരം അവരെ മുദ്രയിട്ട് മാറ്റി നിർത്തുന്നു. അവരുടെ സംഖ്യയും 144,000 എന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. മുദ്രയുടെ അർത്ഥം നമുക്ക് മനസ്സിലായി. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവസഭയെയും ദൈവം മുദ്രയിടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ മുദ്ര ഉള്ളവരാണ് ദൈവത്തിന്റെ സഭ. ആ മുദ്ര നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് രക്തത്തിന്റെ മുദ്ര എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയെ ദൈവം മുദ്ര ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് നമ്മൾ ഒന്നിലധികം ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കി. രക്തം കൊണ്ടുള്ള മുദ്ര പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ ഇല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പൊതുവെ നമ്മൾ രക്തം കൊണ്ട് മുദ്ര ഏൽക്കുന്നവരെന്നല്ല, ഏൽപ്പിക്കുന്നവരാണ്. നമ്മൾ മുദ്ര ഇടുന്നവരാ പൊതുവെ. അതിന് യാതൊരു വേദപുസ്തക അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. യേശുവിന്റെ രക്തം നമ്മെ കഴുകുവാനാണ്, വിശുദ്ധീകരിക്കുവാനാണ്, വീണ്ടെടുക്കുവാനാണ്, പാപം മോചിക്കുവാനാണ്, പാപം മായ്ച്ചു കളവാനാണ്, പ്രായശ്ചിത്തമാകുവാനാണ്, മറുവിലയായി തീരാനാണ്,
പക്ഷെ ഇവിടെയെങ്ങും യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ മുദ്ര വയ്ക്കുന്നതായി കാണുന്നില്ല. സ്തോത്രം. So the blood of Jesus Christ shed on the cross was not to seal his people, but to cleanse, to purge, to sanctify, to purchase, to atone, to propitiate, to ransom, okay, to redeem the human beings. In nowhere we see a sealing with the blood, especially with the blood of Jesus. യേശുവിന്റെ രക്തം, ഞാൻ ഈ പറഞ്ഞതുപോലെ, നമ്മുടെ പാവങ്ങളെ കഴുകിക്കളയാൻ, യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്, വീണ്ടെടുക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു പഠനം നമുക്ക് വേറെ ആവശ്യമായിട്ടുണ്ട്. സ്തോത്രം. The mission accomplished by the blood of Jesus. യേശുവിന്റെ രക്തം കൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, അത് തന്നെ ഒരു വേറിട്ട പഠനമാണ്. സാധാരണ യേശുവിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിടാറേ ഉള്ളൂ. അത് നമുക്ക് വേറെയായിട്ടെടുത്ത് പഠിക്കുവാനുള്ള ഒരു വിഷയം തന്നെയാണ്. സ്തോത്രം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. എന്തുവാ ഈ പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ? പവിത്രമായ ഇംഗ്ലീഷിൽ പാപമില്ലാത്ത രക്തം. ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് നോക്കിക്കേ. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. മലയാളത്തിൽ 24 ഇംഗ്ലീഷിൽ 24 തന്നെ ആയിരിക്കും. Hebrews 12:24. And to Jesus, the mediator of a new covenant, and to the sprinkled blood that speaks a better word than the blood of Abel. Sprinkled blood. പുണ്യാഹ രക്തം. അതല്ലെങ്കിൽ ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദിയിലും കൂടെ നോക്കിക്കോളൂ. സ്പ്രിങ്കിൾഡ് ബ്ലഡ്. അവിടെ പരിശുദ്ധമായത് എന്നല്ല അതിന്റെ അർത്ഥം. വേറെ ഏതെങ്കിലും ഭാഷ ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഹിന്ദിയോ തമിഴോ തെലുങ്കോ. छिड़काव के उस लहू. छिड़काव के लहू. അപ്പൊ പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ छिड़काव के लहू, സ്പ്രിങ്കിൾഡ് ബ്ലഡ്. പരിശുദ്ധമായ രക്തമെന്നല്ല, പരിശുദ്ധമാക്കുന്ന രക്തമെന്ന് അതിന്റെ അർത്ഥം. സ്പ്രിങ്കിൾഡ്, छिड़काव की, തളിക്കപ്പെടുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ തളിക്കപ്പെട്ട രക്തമെന്ന എന്ന് പറഞ്ഞാൽ നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമെന്നാണ് അതിന്റെ അർത്ഥം. ശുദ്ധീകരിക്കുന്ന രക്തം. 9-ാമത്തെ അധ്യായത്തിൽ നാം അത് തന്നെയാണ് കാണുന്നത്. അതിന്റെ 12-ഉം 13-ാമത്തെ വാക്യം, 13-ഉം 14-ഉം വാക്യങ്ങൾ. 9
13 and 14. For if the blood of goats and bulls and the sprinkling of defiled persons with the ashes of a heifer sanctify for the purification of the flesh, how much more will the blood of Christ, who through the eternal Spirit offered himself without blemish to God, purify our conscience from dead works to serve the living God? Stotra. So there also, the work of the blood of Jesus is purification, sanctification, purging, cleansing. ഇവിടെ എല്ലാം യേശുവിന്റെ രക്തം കൊണ്ടുള്ളത് മുദ്രയല്ല, ശുദ്ധീകരണമാണ്, വിലയ്ക്ക് വാങ്ങലാണ്. നമുക്കറിയാം പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് അല്ലെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. അതാണ് വിലയ്ക്ക് വാങ്ങുക എന്നതിന്റെ അർത്ഥം, വീണ്ടെടുക്കുക. വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പോൾ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് അല്ലെ വീണ്ടെടുക്കുന്നത് യേശുവിന്റെ രക്തം കൊണ്ടാണ്. രക്തത്തിന്റെ ഉപയോഗം, യേശുവിന്റെ രക്തത്തിന്റെ ഉപയോഗം ദൈവമാണ് ചെയ്യുന്നത്, നമ്മളല്ല. യേശുവിന്റെ രക്തത്തിന്റെ ഉപയോഗം പാപമോചനവുമായി ബന്ധപ്പെട്ടതാണ്, രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ടതല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ചൊരിയപ്പെട്ട രക്തം നമ്മുടെ പാപമോചനവും വീണ്ടെടുപ്പുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യത്തിനോ നമ്മുടെ ശാരീരികമായ, ബാഹ്യമായ, ഭൗതികമായ എന്തെങ്കിലും സംരക്ഷണത്തിനു വേണ്ടി അല്ല. സ്തോത്രം. പൊതുവെ രാത്രി ആൾക്കാർ കിടക്കാൻ നേരം യേശുവിന്റെ രക്തം കൊണ്ട്, നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ പല വാതിലുകളുണ്ട്. ഇപ്പൊ ഞങ്ങൾക്കിപ്പം ബോംബെയിലൊക്കെ ആണെങ്കിൽ എത്ര വലിയ ഫ്ലാറ്റ് ആയാലും ഒരു വാതിലേ ഉള്ളൂ. അതിന് പിന്നെ സേഫ്റ്റി ഡോറും ഒക്കെ കാണും. എന്നാലും ഡോറിന്റെ അവിടെ പോയി യേശുവിന്റെ രക്തമൊക്കെ തളിച്ചിട്ടാ പലരും കിടക്കുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ അടുക്കളയുടെ ഒരു വാതിലുണ്ട്, പിന്നെ ഇപ്പുറത്തെ ഒരു 2-3 വാതിലെങ്കിലും നമ്മുടെ വീടിനുണ്ട് പുറത്തോട്ട്. അവിടെയൊക്കെ രക്തം തളിക്കും. പിന്നെ മെയിൻ പ്രധാന ഗേറ്റിലും കവാടത്തിലും രക്തമൊക്കെ തളിച്ച് മുദ്രയിട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത്. എങ്കിലേ നമുക്കൊരു സുരക്ഷാബോധം ഉണ്ടാവത്തുള്ളൂ. ഇങ്ങനെ നമ്മുടെ തകരവണ്ടിയിലും നമ്മുടെ തടിവാതിലയിലും പിന്നെ നമ്മുടെ ഇഷ്ടിക കൊണ്ടൊക്കെ കെട്ടിയ പുറത്തെ റോഡിലോട്ട് തുറക്കുന്ന പ്രധാന കവാടത്തിലൊന്നും തളിക്കാനുള്ളതല്ല യേശുവിന്റെ രക്തം. സ്തോത്രം. നമ്മൾ യേശുവിന്റെ രക്തത്തെ അത്രയും ചീപ്പാക്കരുത്. യേശുക്രിസ്തുവിന്റെ രക്തത്തെ നമ്മൾ അത്രയും വില കുറച്ച് കാണരുത്. രക്തത്തെ നമ്മൾ വില കുറയ്ക്കുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അതിന്റെ മൂല്യം വളരെ ഇടിയുകയാണ്. സ്തോത്രം. ചിലപ്പോഴൊക്കെ ഞങ്ങള് ഒരു പാട്ടുണ്ടല്ലോ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചെന്നും പറയും. അതെ അതെ അതെ, പാട്ടൊക്കെ അങ്ങനെ അങ്ങ് വന്നു. പണ്ട് പറഞ്ഞായിരുന്നു പാസ്റ്റർ, അത് ശരിയല്ലെന്ന്. അതെ. ചിലപ്പോഴേ ഞങ്ങൾ ഈ ഗ്രാമത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഗ്രാമത്തിലൊക്കെ പലരുടെയും കയ്യില് ഈ എൻഫീൽഡ് റോയൽ ബുള്ളറ്റിന്റെ വണ്ടിയുണ്ട്. കാശുള്ളത് കൊണ്ട് ഈ കൃഷിക്കാരാണല്ലോ, നല്ല കിസാൻമാര്, കൃഷിക്കാർക്ക് കാശൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇല്ല, നല്ല മുതലാളിമാരുണ്ട്. അതുകൊണ്ട് അവര് മോഹത്തിന്റെ ഇതനുസരിച്ച് ബുള്ളറ്റ് മേടിക്കും. ഈ ബുള്ളറ്റ് മേടിച്ചിട്ട് ഈ കൃഷിഭൂമിയിലിട്ട് ഇത് ഓടിക്കുന്നു.
ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഗ്വാളിയറിൽ പോയപ്പോൾ ഞാൻ കണ്ടു ഒരു ബുള്ളറ്റ് ക്ലാസിക്കിന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. അതേല് എരുമയ്ക്ക് കൊടുക്കാനുള്ള പുല്ല് ചെത്തി കെട്ടി വെച്ചുകൊണ്ട് പോന്നു. എൻ്റെ അടുത്ത് ആരും ഇല്ലായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ തമ്പുരാനെ, ബുള്ളറ്റ് ഉപയോഗിക്കുന്നതാ, അത് കമ്പനിക്കാർ കണ്ടാൽ അവർക്ക് വലിയ പ്രയാസം തോന്നും. ഇപ്പം പുല്ല് എത്തിക്കൊണ്ടുപോകാനും കച്ചി കൊണ്ടുപോകാനും ഒക്കെ കൂടെ വിലയേറിയ സംഗതികൾ ഉപയോഗിച്ചാൽ കമ്പനിക്കാർക്ക് അത് വലിയ അപമാനമാണ്. യേശുവിന്റെ രക്തം, വിലയേറിയ രക്തം, നിഷ്കളങ്കമായ രക്തം, നിർദോഷമായ കുഞ്ഞാടിന്റെ പാപമില്ലാത്ത രക്തം. പക്ഷെ നമ്മളത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഗൗരവം മനസ്സിലാക്കാതെയോ ഉപയോഗിക്കുന്നത് ഈ നിലയിലുള്ള വളരെ വില കുറഞ്ഞ കാര്യങ്ങൾക്ക്. ആത്മീയതയുടെയും യേശുവിന്റെ രക്തത്തിന്റെയും വില തട്ടിച്ചു നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന കാര്യമൊക്കെ വളരെ വില കുറഞ്ഞതാ. അതിനുവേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ പറയുക എന്നത് കർത്താവിന്റെ രക്തത്തിന്റെ വിലയെ വില കുറച്ച് കാണിക്കുന്നതാണ്. അതരുത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നല്ലൊരു ഭാഗവും പാസ്റ്റർ ഇല്ലാതാക്കിയല്ലോ. നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ നോക്കണേ, നമുക്ക് ഈ 7-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാം. വെളിപ്പാട് 7-ന്റെ 2-3 വാക്യങ്ങൾ, 2 and 3. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഒന്ന് നിൽക്കണേ. ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി. ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര എടുത്തു പറഞ്ഞിരിക്കുക അവിടെ. സ്തോത്രം. ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അതൊരു പട്ടക്കാരൻ എഴുതിയ പുസ്തകമാണ്, ഒരച്ഛൻ എഴുതിയ പുസ്തകം. അപ്പൊ അദ്ദേഹം ഒടുവിൽ പറഞ്ഞിരിക്കുന്നു, ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കിയിട്ട് അവരെ മുദ്രയിടുന്നത്. ഏതെങ്കിലും സാമുദായിക സഭകളിൽ ജനിച്ചു വളർന്നവർക്കറിയാം, അവിടെയൊക്കെ മാമോദീസ കഴിഞ്ഞിട്ട് മോറോൻ പുരട്ടും. മോറോൻ എന്ന് പറയുന്ന ഒരു തൈലമാണ്, ഒരു സുഗന്ധദ്രവ്യമാണ്, ഒരു സേക്രഡ് പെർഫ്യൂം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി പഴയ നിയമത്തിലെ തൈലത്തിന്റെ ക്രമപ്രകാരമാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്, കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും അത് അച്ഛൻ പുരട്ടും, നെറ്റിയിൽ പുരട്ടി 3 പ്രാവശ്യം കുരിശു വരയ്ക്കും ആ തൈലം കൊണ്ട്. ആ തൈലം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ആത്മാവ് കൊണ്ട് മുദ്രയിടുന്നതിന് പ്രതീകമായിട്ടാണ് മാമോദീസ കഴിഞ്ഞിട്ട് അച്ഛന്മാര് കുഞ്ഞുങ്ങളുടെ തലയിൽ, നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതും ഈ തൈലം പുരട്ടുന്നതും. അവർ മുദ്രയിടപ്പെട്ടിരിക്കുന്നെന്നാണ് അവരുടെ വിശ്വാസം. ഓർക്കുക, ദൈവം നൽകുന്ന മുദ്ര ബാഹ്യമല്ല. ദൈവം നൽകുന്ന മുദ്ര പുറമേ എന്തെങ്കിലും വസ്തുക്കളെ കൊണ്ടല്ല. സ്തോത്രം. ഡിവൈൻ സീലിംഗ് ഈസ് നോട്ട് വിത്ത് എനി ഫിസിക്കൽ മെറ്റീരിയൽ.
nor it is external. ഇത് രണ്ടും ഓർത്തുകൊള്ളുക. ദൈവം നൽകുന്ന മുദ്ര ഒരു ഭൗമ വസ്തുക്കളും കൊണ്ടല്ല. രണ്ട്, ബാഹ്യമായുള്ളതുമല്ല. neither it is external nor with any material aspect. ഇവൻ യേശുവിന്റെ രക്തം ആത്മീയമാണോ അതോ മെറ്റീരിയൽ ആണോ? യേശുവിന്റെ രക്തം അക്ഷരീകമാണോ, വസ്തുവാണോ? അതെ, അക്ഷരീയമായിട്ട് തന്നെയാണ് യേശു രക്തം ചിന്തിയത്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു. യേശു ജഡത്തിൽ ജീവിച്ചു. യേശുവിന്റെ അക്ഷരീക ശരീരം, ഭൗതിക ശരീരം ക്രൂശിക്കപ്പെട്ടു. യേശുവിന്റെ അക്ഷരീക രക്തം, യേശുവിന്റെ വസ്തുനിഷ്ഠമായ രക്തം ചീന്തപ്പെട്ടു. സ്തോത്രം. കേവലം ഇതൊരു വിശ്വാസമല്ല. യേശുവിന്റെ രക്തം അക്ഷരീകമായിരുന്നു, വസ്തുനിഷ്ഠാപരമായിരുന്നു. യേശു ഒരു ഫാൻറ്റം, വെറും ഒരു ആത്മാവല്ലായിരുന്നു, വെറും ഒരു രൂപമായിരുന്നില്ല. യേശുവിന് മാംസ ശരീര അസ്ഥി രക്തങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ രക്തം വിയർപ്പുതുള്ളികൾ നിലത്തു വീണപ്പോൾ അത് രക്തത്തുള്ളികളായി വീണു. അവൻ രക്തം വിയർത്തു. ഹി സ്വെറ്റ് ബ്ലഡ്. ഇറ്റ് വാസ് ലിറ്ററൽ. ക്രൂശിലെ പങ്കപ്പാടുകളൊക്കെ ഏറ്റപ്പോൾ യേശുവിന്റെ രക്തം ഒഴുകി. ഏറ്റവും ഒടുവിൽ മരണശേഷം പോലും തൻ്റെ മാറു കുത്തിത്തുളച്ച് അല്പം ബാക്കി ഉണ്ടായിരുന്ന രക്തവും വെള്ളവും ഒഴുകിപ്പോയി. അക്ഷരീയമായിരുന്നു. ആ അക്ഷരീക രക്തത്താൽ അല്ല നമ്മുടെ മുദ്രണം, പകരം പരിശുദ്ധാത്മാവിനാലാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാലാണ്. അതിൽ ഇനിയും സംശയങ്ങൾ ആർക്കും കാണില്ലായിരിക്കും എന്ന് കരുതുന്നു. ഈ ഒരു ചിന്താഗതിക്കും ഉപദേശത്തിനും, ഉപദേശം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു വിശ്വാസാചാരണത്തിന് അടിസ്ഥാനമായത് പഴയ നിയമത്തിലെ പെസഹ ആചരണം ആണ്. പെസഹ ആചരണം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 11-ലും 12-ലും നമ്മൾ കാണുന്നുണ്ട്. Exodus 11 and 12. In chapter 11, God gives instructions, and in 12, they executed it. പുറപ്പാട് 11-ൽ ദൈവം ഉപദേശം നൽകുന്നു, 12-ൽ അവരത് അനുഷ്ഠിക്കുന്നു. ആദ്യത്തെ പെസഹായിൽ ദൈവം പറഞ്ഞു, പെസഹ കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ കട്ടളമേലും കുറുമ്പടിമേലും അടയാളമാക്കണം. കാരണം ഞാൻ ഇന്ന് രാത്രി അർദ്ധരാത്രിയിൽ മിസ്രയീമിലൂടെ കടന്നു പോകും. പെസഹായുടെ അർത്ഥം നമുക്കറിയാമല്ലോ. പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക്. പാസ് ഓവർ മീൻസ് കടന്നുപോക്ക്. കടന്നുപോക്ക്. പാസ് ഓവർ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാ. പാസ് ഓവർ, കടന്നു പോവുക. ദൈവം പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രിയിൽ അർദ്ധരാത്രിയിൽ മിസ്രയീമിലൂടെ കടന്നു പോകും. ആ കടന്നുപോക്കിനെയാണ് പാസ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ രക്തം അടയാളമായി കാണാത്ത വീടുകളിലൊക്കെ ഉള്ള ഫസ്റ്റ് ബോൺസ്, കടിഞ്ഞൂലുകളെ ഞാൻ സംഹരിക്കും.
അത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ ഞാൻ ഈ പറഞ്ഞ പെസഹ കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ കട്ടളമേലും കുറുമ്പടിമേലും, അതായത് വാതിൽക്കൽ അടയാളമായിട്ട് വെക്കണം. ആ വീടിനകത്തുള്ള എല്ലാവരും സുരക്ഷിതരായിരിക്കും. ആ വീടിനകത്തുള്ള എല്ലാവരും. ഓരോ വ്യക്തിയുടെ മേലും അടയാളം ഇടുന്നില്ല, ഓരോ ഭവനത്തിന്മേലുമാണത് അടയാളമായിട്ട് വയ്ക്കുന്നത്. അത് ദൈവിക അനുസരണത്തിന്റെ, ദൈവത്തോടുള്ള അനുസരണത്തിന്റെ പ്രതീകമായിരുന്നു. അനുസരണത്തിന്റെ പ്രതീകം. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നത്. അത് പുറമേ അല്ല, അകമയാണ്. നമ്മൾ ഇന്നലെ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചു, ആത്മാവിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം ആ മുദ്ര ഏൽപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇനിയും യേശുവിന്റെ രക്തം കൊണ്ട് വീടും വണ്ടിയും നമുക്ക് പ്രിയപ്പെട്ടവരെ ഒന്നും മുദ്രയിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടാകുമെന്ന് ചിന്തിക്കണ്ട. അവരുടെയൊക്കെ സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് രക്തമൊന്നും വേണ്ട. സ്തോത്രം. കർത്താവേ, എനിക്കുള്ളവരെ, എനിക്കുള്ളതിനെ അങ്ങ് സൂക്ഷിക്കണേ. അത്ര മതി. ദൈവം എല്ലാറ്റിനെയും പരിപാലിച്ചുകൊള്ളും. സ്തോത്രം. ഇത്രയും നാള് ഒക്കെ സൂക്ഷിക്കപ്പെട്ടത് ഈ രക്തം കൊണ്ടല്ല. സ്തോത്രം. യേശുവിന്റെ രക്തം ജയം എന്ന് പറയാമോ പാസ്റ്ററെ? രക്തം ജയം എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അവർ സാത്താനെ അല്ലെങ്കിൽ അവനെ യേശുവിന്റെ രക്തം ഹേതുവായും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും ജയിച്ചു എന്നുണ്ട്. അത് വെച്ചുകൊണ്ട് യേശുവിന്റെ രക്തം ജയം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ചിലർ ഈ ദൂതന്മാരെ കാവലേൽപ്പിക്കുമല്ലോ. ദൂതന്മാരെ കാവലേൽപ്പിക്കുന്നതും ദൈവമാണ്, നമ്മളല്ല. സ്തോത്രം. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം സംരക്ഷണത്തിനായി, അത്രേ ഉള്ളൂ. ഈവൻ നമ്മൾ സംരക്ഷണത്തിനായിട്ട് അപേക്ഷിച്ചില്ലെങ്കിൽ പോലും ദൈവം നമ്മെ പരിപാലിക്കുന്നു. സാത്താൻ നമുക്കൊക്കെ എതിരായിട്ട് കൊണ്ടുകൊടുത്ത എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാവോ? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊന്നും. വല്ല പ്രവാചകന്മാരും ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു പോരാട്ടമുണ്ട്, ഒരു കടുങ്കട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ശാസിക്കുന്നു, ഭത്സിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ചിലതൊക്കെ നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ചില സ്വപ്നമൊക്കെ കാണണം, ഇങ്ങനെ ഒരു സംഗതി വരുന്നു. ഇതൊക്കെ വല്ലപ്പോഴും നമ്മൾ കാണുകയോ അറിയുകയോ ചെയ്യുന്ന കാര്യമാണ്. ഇതല്ലാതെ എത്രയോ പ്രാവശ്യ, ഉദാഹരണത്തിന് പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്നെ കോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ഒരു ഭാഗത്ത് 2 പ്രാവശ്യം എന്ന് പറയുന്നുണ്ട്. പത്രോസ് ഇതെല്ലാം അറിഞ്ഞോ? ഇല്ല. കർത്താവ് ആപ്ലിക്കേഷനൊക്കെ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ടു. യേശു ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത്. ഇതുപോലെ നമ്മുടെ സംരക്ഷണത്തിനായി ദൈവം വേണ്ട പരിപാടികൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പിന്നെ നമ്മുടെ ഒരു സുഖത്തിനും നമ്മുടെ ഒരു സന്തോഷത്തിനും മനസമാധാനത്തിനും വേണ്ടി ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാം, കർത്താവേ സംരക്ഷിച്ചു കൊള്ളണേ, കാത്തുകൊള്ളണേ. അത് നമ്മുടെ ആശ്രയത്തിന്റെ ഭാഗവും കൂടെയാണ്.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടും ആശ്രയിക്കാതെ ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വമില്ല നടക്കുക. അത് വേണ്ട. അതുകൊണ്ട് ദൂതന്മാരെ കാവലാക്കുന്ന പരിപാടിയും ദൈവത്തിൻ്റെതാണ്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ദൂതന്മാരെ ഏത്തവാഴയ്ക്ക് കാവലാക്കിയിട്ട് യോഗത്തിന് പോയെന്നും തിരിച്ചു വന്നപ്പം കൊലയെല്ലാം കള്ളന്മാർ കൊണ്ടുപോയെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവമായിരിക്കാം അത്. പക്ഷേ അതൊന്നും ഉപദേശമല്ലെന്ന് ഓർത്തോണം. അനുഭവങ്ങൾ ഉപദേശമല്ല. ഏതെങ്കിലും സഭാ നേതാക്കന്മാര് പുസ്തകത്തിൽ എഴുതിയതോ പാട്ടുപാടിയതോ പ്രാർത്ഥിച്ചതോ പ്രസംഗിച്ചതോ ഒന്നും ഉപദേശമല്ല. അവ ഉപദേശമാകണമെങ്കിൽ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ട് ആ ഒരു കാര്യം, ദൂതന്മാരെ കാവലേൽപ്പിക്കുന്ന കാര്യവും നമ്മെ മുദ്രയിടുന്ന കാര്യവും ഒക്കെ ദൈവത്തിൻ്റെതാണ്. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ മുദ്രയിടണമേ എന്ന പ്രാർത്ഥനയും വേണ്ട. No need to pray, oh Lord, please seal us with your spirit. No need of that prayer. When a person becomes under the ownership of God, it is defaultly done. ഒരു വ്യക്തി ദൈവത്തിന്റെ വകയാകുമ്പോൾ നമ്മളാരും പറയാതെ തന്നെ നടക്കുന്ന, ദൈവം ചെയ്യുന്ന കാര്യമാണ് ആത്മാവ് കൊണ്ട് മുദ്രയിടുക. നമ്മൾ ഒരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര കിട്ടത്തില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥന വ്യർത്ഥമാണ്, വേണ്ട. സ്തോത്രം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണോ ഈ അന്യഭാഷ? അങ്ങനെ ഉണ്ടോ? വൺ ഓഫ് ദ പ്രത്യക്ഷ അടയാളം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ പൊതുവെ കാണുന്ന പരിശുദ്ധാത്മ നിറവിന്റെ ബാഹ്യമായ അടയാളമായിരുന്നു അന്യഭാഷ. എവിടെയെല്ലാം ആരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചെന്നാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത്. അതുകൊണ്ട് അത് ഒരു പ്രത്യക്ഷ അടയാളമായി ദൈവസഭ അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുമെന്നല്ല, പിന്നെ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. അതുകൊണ്ട് എംപവർമെന്റ് ഈസ് ദ വെരി external evidence of infilling of the Holy Spirit. ശക്തീകരണമാണ് പരിശുദ്ധാത്മ നിറവിന്റെ ബാഹ്യ അടയാളമായി യേശു കർത്താവ് പറഞ്ഞത്. മറ്റൊന്ന് വിറ്റ്നസിങ്. ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്ന് കുലുങ്ങി നിൽക്കുമെന്നല്ല, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. യേശുവിൻ്റെ സാക്ഷികളാകുന്നതാണ് പരിശുദ്ധാത്മ നിറവിന്റെ മറ്റൊരു അടയാളം. അന്യഭാഷാ ഭാഷണം അതിലൊന്ന്. വേറെ കൃപാവരങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ഇന്ന് അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മ നിറവിന്റെ അടയാളമായി കാണുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ യേശു പറഞ്ഞ കാര്യത്തിന് ഊന്നൽ നൽകുന്നില്ല. ശക്തി പ്രാപിക്കുകയും യേശുവിനെ സാക്ഷീകരിക്കുകയും ചെയ്യുന്നില്ല. കേവലം ഉപവാസ പ്രാർത്ഥനയ്ക്ക്, അതും ഗസ്റ്റുകളുണ്ടെങ്കിൽ, പ്രവാചകന്മാരുണ്ടെങ്കിൽ, ഇക്കിളിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ശക്തിപ്പെടുന്ന ആ പരിശുദ്ധാത്മ നിറവിനെ എനിക്ക് സംശയമുണ്ട്. എന്നാൽ ആത്മനിറവ് നാം പ്രാപിച്ചെങ്കിൽ ആത്മഭാരമുണ്ടാകും. നാം പുറത്തിറങ്ങി യേശുവിനെ കുറിച്ച് പറയും, ധൈര്യപൂർവം പറയും, ഭയപ്പെടില്ല, നാണം തോന്നത്തില്ല. സ്തോത്രം. അതുകൊണ്ട്
ശക്തീകരണം മുതൽ ഇങ്ങോട്ട് അതിനെപ്പറ്റി തുടങ്ങിക്കോണം. ഓക്കെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു പഠനം അല്ലാത്തത് കൊണ്ട് അത്രയും കൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക. അത് ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം? പാസ്റ്ററെ, ഇന്നലെ ഈ മഹാവീടിന്റെ കാലത്ത് രക്തസാക്ഷികളൊക്കെ ആയത് അവർക്ക് ആത്മനിറവിന്റെ അനുഭവത്തിൽ കൂടെ ആയിട്ടാണോ? കാരണം ശക്തീകരണം ഉണ്ടായെങ്കിലല്ലാതെ ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. ശരി, മറ്റൊന്നുമില്ല എന്ന് കരുതുന്നു. അങ്കിൾ ചോദിച്ചതിലേക്ക് നമ്മൾ വരുന്നുണ്ട്, അതുകൊണ്ട് അപ്പോഴത്തേക്ക് നമുക്കത് കൈകാര്യം ചെയ്യാം. എന്നാൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചു വിടാം. 144,000 എന്ന് പറഞ്ഞത് ഓരോ ഗോത്രത്തിലും 12 വീതം 12,000 വീതം സെലക്ട് ചെയ്തു. അങ്ങനെ 12,000 ഉള്ളോ അതിൽ കൂടുതലുണ്ടോ അത്രയുമായിട്ട് നിർത്താൻ കാര്യം? ഓക്കെ, അതും നമ്മൾ 4-ാം വാക്യം തൊട്ട് പറയുന്നുണ്ട്. 4-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന 2-ാം വാക്യം നമ്മൾ വായിച്ചു നിർത്തിയ ഒരു സംഗതി ഉണ്ടല്ലോ, ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര എന്ന്. ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര. നമ്മൾ കണ്ടു അവിടെ നമ്മുടെ ദൈവത്തെ എടുത്ത് വിശേഷമായിട്ട് പറയുന്നു. സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായിട്ടാണ് ഒരു ദൂതൻ മുദ്രയിടുവാൻ വരുന്നത്. ആ ജീവനുള്ള ദൈവത്തിൻ്റെത് എന്ന് എടുത്തു പറയുന്നത് കൊണ്ട് ആ പ്രത്യേകതകൾ ഒന്നെടുത്തു പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, പഴയ നിയമത്തിലും സങ്കീർത്തനങ്ങളിൽ വിശേഷിച്ചും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് കൊരിന്ഥി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലുമൊക്കെ തിരുവത്താഴത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പോലും പറയുന്നുണ്ട്, ജാതികളുടെ ദൈവങ്ങൾ, ദേവന്മാർ പൊന്നും വെള്ളിയും അല്ലെങ്കിൽ കല്ലും മരവും കൊണ്ടുണ്ടാക്കപ്പെട്ടതും ജീവനില്ലാത്തവയുമാണ്. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര. ലോകത്തിലെ മറ്റെല്ലാ ദൈവങ്ങളും നിർജീവ ദൈവങ്ങളായിരിക്കുമ്പോൾ ജീവനുള്ള ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവത്തിന്റെ മുദ്രയാണ് ഇവിടെ ഏൽപ്പിക്കുന്നത്. യെശയ്യാ 44-ാം അധ്യായം, ഐശയ്യാ ചാപ്റ്റർ 44 verses 9 through 17, 9 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. യിരെമ്യാവും അതേപ്പറ്റി പറയുന്നുണ്ട്. ജാതികളുടെ ദൈവങ്ങളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നാം കാണുന്നുണ്ട്. അതുപോലെ സാംസ് 115, 115-ാം സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. നാം അതേപ്പറ്റിയാണ് കാണുന്നത്. ജെരമായ ചാപ്റ്റർ 10 എങ്ങനെയാണ് യിരെമ്യാവ് 10-ാം അധ്യായത്തിൽ പറയുന്നു ഈ ദൈവങ്ങളെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ജീവനുള്ള ദൈവമെന്ന് നമ്മുടെ ദൈവത്തെ വെളിപ്പാട് 7:2 പറയുമ്പോൾ, ലോകത്തിലുള്ള ജീവനില്ലാത്ത ജാതീയ ദൈവങ്ങളുമായി നമ്മുടെ ദൈവത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ദൈവം ജാതീയ ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്. വ്യത്യസ്തനാകാനുള്ള ഒരു പ്രധാന കാരണം അവയ്ക്ക് ജീവനില്ല,
നമ്മുടെ ദൈവമോ ജീവനുള്ളവനാണ്, മാത്രമല്ല സകലത്തിനും ജീവൻ കൊടുക്കുന്നവനുമാണ്. Our God is not only a living God, but He is the very source of life to all. അതാണ് പൗലോസ് അപ്പോസ്തലപ്രവൃത്തികൾ 17:24 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. സ്തോത്രം. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും ആവർത്തിക്കണോ? വേണ്ടല്ല. രണ്ടാമത്തെ സംഗതി, ജീവനുള്ള ദൈവം എന്ന് പറയുമ്പോൾ നാം കാണുന്നത് it's a very strong factor that strengthens his people even in the midst of fierce tribulations and problems, that our God is still alive. വളരെ തീവ്രമായ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നുള്ള ഉറപ്പ് ധൈര്യത്തോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ദൈവജനത്തെ ശക്തീകരിക്കുന്നതാണ്. The knowledge, the conviction, the faith that our God is still alive strengthens us even in the midst of fears, tribulations, and sufferings, persecutions, afflictions. തീവ്രമായ കഷ്ടതകളുടെ നടുവിലും ദൈവത്തിന്റെ ജനത്തെ ധൈര്യത്തോടെ നിർത്തുന്ന ഒരു ഘടകമാണ് എന്ത്? നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളത്. സ്തോത്രം. യോശുവയോട് ദൈവം അക്കാര്യം പറയുന്നുണ്ട് 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ. 3:10 ജോഷുവ. ഒന്ന് വായിച്ചേക്കുമോ? യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, എബ്യൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സ്തോത്രം. ഇസ്രായേൽ മക്കളോട് യോശുവ സംസാരിക്കുക. ജീവനുള്ള ദൈവം നിങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ നമ്മുടെ നടുവിൽ ഉണ്ട്. സ്തോത്രം. ജീവനുള്ള ദൈവം. പൗലോസിന്റെ റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലും നാം അത് തന്നെ കാണുന്നു. 10-14 ദിവസമായിട്ട് രാത്രിയാണോ പകലാണോ എന്നറിയാൻ വയ്യ. സൂര്യനെ കണ്ടിട്ടില്ല 2 ആഴ്ചയായി. രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ ഇനിയില്ല. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിരിക്കുക. വെള്ളം പോലും കുടിക്കാൻ ആർക്കും തോന്നുന്നില്ല, അത്രയ്ക്ക് പ്രാണഭയം. പക്ഷേ പൗലോസ് ധൈര്യത്തോടെ പറഞ്ഞ കേട്ടോ, ഇങ്ങനെ കാറ്റത്തും തിരമാലയിലും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന, ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിൽ കഴിഞ്ഞ രാത്രി എൻ്റെ ദൈവം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ. സ്തോത്രം. അവർ കാൺകെ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് പൗലോസ് ഭക്ഷിച്ചു. എന്താ? തൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന ഉറപ്പാണ് ആ പ്രതികൂലത്തിന്റെ നടുവിലും പൗലോസിനെ ഉറപ്പിച്ചു നിർത്തിയത്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ പ്രതികൂലങ്ങൾ ഞാൻ ഇനിയും പറയണ്ടല്ലോ, ആ മഹാപീഡനത്തിന്റെ നടുവിലും
മുദ്രയേൽക്കപ്പെടുന്ന വിശുദ്ധന്മാർക്കൊരു ഉറപ്പുണ്ട്. നാം ഏറ്റിരിക്കുന്ന മുദ്ര ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ജീവനുള്ള ദൈവത്തിലെ വിശ്വാസവും ആശ്രയവും മാത്രമേ നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് നടത്തൂ. നമുക്കതിനാൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. We can be content only with this living God. ഈ ജീവനുള്ള ദൈവത്താൽ മാത്രമേ നമുക്ക് സംതൃപ്തി അടയാൻ സാധിക്കുകയുള്ളൂ, തൃപ്തരാകാൻ കഴിയുകയുള്ളൂ. നമുക്ക് വളരെ പരിചിതമായ പാട്ടാണ് 42-ാം സങ്കീർത്തനം. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, കോരഹിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ ആ വംശത്തിൽപ്പെട്ടവർ, അവർക്ക് എന്തു മതി? എന്റെ ഉള്ളം ആർക്ക് വേണ്ടി കാംക്ഷിക്കുന്നെന്നാ, ആർക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നാ? ജീവനുള്ള ദൈവത്തിനായി. ജീവനുള്ള ദൈവത്തിനായി. ആ ജീവനുള്ള ദൈവം മാത്രമാണ് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തൻ. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും ഒരു ഭക്തൻ ആരെ മാത്രം മതി? ഈ ജീവനുള്ള ദൈവത്തെ മാത്രം മതി. സ്തോത്രം. മറ്റൊന്ന്, വേദപുസ്തകം അനുസരിച്ച് നോക്കിക്കോളൂ, ഹോശേയ 1:10, ഹോശേ 1:10, ഹോശേയ 1:10. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. സ്തോത്രം. എത്ര ഭാഗ്യകരമാണ് ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി തീരുക. ഏറ്റവും സൗഭാഗ്യകരമായ അവസ്ഥയാണ്. സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി നാം തീരുക. സ്തോത്രം. വലിയ പദവിയാണത്. അതുകൊണ്ടാണ് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നെന്ന് പറയുന്നത്. സ്തോത്രം. കൂടാതെ ദൈവം ജീവനുള്ളവനാകൊണ്ട്, സ്തോത്രം, നമ്മെ അറിയുന്നു, നമ്മോട് കൂടെ വരുന്നു, നമുക്കായി പ്രവർത്തിക്കുന്നു, നമ്മോട് സംസാരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. അതായത് ഓർമ്മ കാണും നിങ്ങൾക്ക്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10 മുതൽ അല്ലെങ്കിൽ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമ്മൾ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അനുഭവിച്ച വിവിധ അനുഭവ പാഠങ്ങൾ പഠിച്ചു. ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തു വരുന്നവനായി, സംസാരിക്കുന്നവനായി, തൊടുന്നവനായി ഒക്കെ നമ്മൾ കണ്ടു. ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര എന്ന് എടുത്തു പറയുന്നതിന്റെ അർത്ഥം, സ്തോത്രം, ഈ ദൈവം ജീവനുള്ളവനാകൊണ്ട് നമ്മെ അറിയുന്നു, നമ്മുടെ അടുക്കൽ വരുന്നു, നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നു, തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തിലുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര. അതാണ് അവിടെ ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഇത്രയും വ്യക്തമായല്ലോ. ഈ 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന 3 ഘടകങ്ങൾ, 3 കാര്യങ്ങൾ.
three particular things not worthy of these two verses. One, here is a warning about a universal persecution or a universal trouble. ഈ വാക്യങ്ങളിൽ, ഈ ആദ്യത്തെ 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സാർവലൗകികമായ പ്രശ്നത്തെ പറ്റിയുള്ള, പീഡനത്തെ പറ്റിയുള്ള മുന്നറിയിപ്പാണ്. 2, here is a promise and a ray of hope for these sealed ones to overcome that universal tribulation. A ray of hope and a promise for these sealed ones to come out victoriously to overcome the tribulation. രണ്ടാമത്തെ ഘടകം, മുദ്രയേൽക്കപ്പെടുന്ന വിശുദ്ധന്മാർക്കുള്ള ഒരു ഉറപ്പാണ്. എന്തിന്റെ ഉറപ്പ്? ഈ സാർവലൗകികമായ പ്രതികൂലത്തെ അവർ തരണം ചെയ്ത് നശിച്ചു പോകാതെ പുറത്തു വരും എന്ന ഉറപ്പ്. എ ഗ്യാരണ്ടി ഓഫ് വിക്ടറി, ജയത്തിന്റെ ഒരു ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം നാം അവിടെ കാണുന്നത് എ പ്രോമിസ് ഓഫ് an eternity with God. ദൈവത്തോടു കൂടെയുള്ള നിത്യതയുടെ വാഗ്ദത്തം, ദൈവത്തോടൊപ്പമുള്ള നിത്യതയുടെ വാഗ്ദത്തം. ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന, ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. എ വാണിംഗ്, ഒരു മുന്നറിയിപ്പുണ്ട്. സർവ്വലോകത്തിലും വസിക്കുന്നവരെ പിടികൂടാൻ വരുന്ന ഒരു പ്രതികൂലം, ഒരു മഹാപീഠ. രണ്ടാമത് ഒരു വാഗ്ദത്തമാണ്. ദൈവം തൻ്റെ ചില ദാസന്മാരെ ഈ പ്രതികൂലത്തിന്റെ നടുവിലും ആ പ്രതികൂലങ്ങൾ അവരെ ബാധിക്കാതെ ജയാളികളാക്കി നിർത്താൻ പോകുന്നു. അവർ ആ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു വരും. മൂന്നാമത്, പുറത്തു വരുന്നവരും ഈ പ്രതികൂലത്തിൽ ദൈവത്തിനായി നിന്ന് മരിച്ചു പോകുന്നവരും അവർക്കൊരുമിച്ച് ദൈവത്തോടുകൂടെയുള്ള ഒരു സൗഭാഗ്യകരമായ നിത്യതയുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1, 2, 3 വാക്യങ്ങളിൽ മറ്റെന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് 4-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നുമില്ല എങ്കിൽ ഇനി നമ്മൾ 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ നോക്കുകയാണ്. അവിടുത്തെ രത്നചുരുക്കം, ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം 1,44,000 പേർ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയേൽക്കുന്നു. നമുക്കറിയാം, ഇസ്രായേലിൽ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഗോത്രങ്ങൾ 12-ലധികം ഉണ്ട്, അല്ലെ? എന്നാൽ എവിടെയും നമ്മൾ 12 ഗോത്രങ്ങളെ കാണുന്നുള്ളൂ. യാക്കോബിന് 12 ആൺമക്കളാണ്. ആ 12 ആൺമക്കളും ഓരോ ഗോത്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്.
ആ 12 പേരുടെയും പേരുകളുമൊക്കെ നമുക്കൊരു പക്ഷേ അറിയാമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ ആ 12 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, സെബുലൂൻ, ഇസാഖാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, യോസേഫ്, ബെന്യാമീൻ. 12 മക്കൾ, 12 ആൺമക്കൾ. എന്നാൽ ഒരു ഇടക്കാലത്ത് വന്ന് യോസേഫ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ പിന്നെ 11 ഗോത്രങ്ങളെ ഉള്ളൂ. ഒന്ന് പോയി. കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ യോസേഫിനെ തിരിച്ചു കിട്ടി. യോസേഫിനെ കണ്ടെത്തി. യോസേഫിനെ കണ്ടെത്തിയപ്പോഴേക്കും യോസേഫിന് 2 മക്കൾ ജനിച്ചിരുന്നു. യാക്കോബ് അവരെയൊക്കെ കണ്ടിട്ട് യോസേഫിന് ഇരട്ടി പങ്ക് കൊടുത്തു. എന്ന് വെച്ചാൽ നേരത്തെ 11 12 ആയിരുന്നു. അതിൽ നിന്ന് ഒരു ഗോത്രം പോയി. 12 - 1 11. യോസേഫിനെ തിരിച്ചു കിട്ടിയപ്പോൾ യോസേഫിന് ഇരട്ടി പങ്ക് കൊടുത്തു. അപ്പോൾ 11 + 2 13 ഗോത്രങ്ങൾ. എന്നാൽ എവിടെയും നമ്മൾ എണ്ണിയാൽ 12 ഗോത്രങ്ങളേ ഉള്ളൂ. പഴയ നിയമത്തിൽ നമുക്കറിയാം ലേവി ഗോത്രത്തെ സാധാരണ ഗോത്രങ്ങൾക്കൊപ്പം എണ്ണിയിരുന്നില്ല. അതുകൊണ്ട് അവിടെ എല്ലാം എണ്ണുമ്പോൾ 12 ഉള്ളൂ. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ നമുക്കത് വ്യക്തമായി കാണാം. 12 ഗോത്രങ്ങളും സമാഗമന കൂടാരവും, the table or the tabernacle, the tent of meeting, അത് നടുക്ക്. 3 ഗോത്രങ്ങൾ വീതം അതിന്റെ 4 വശങ്ങളിലും. 3 ഗോത്രം വടക്ക്, 3 ഗോത്രം തെക്ക്, 3 കിഴക്ക്, 3 പടിഞ്ഞാറ്. അങ്ങനെ 4 ദിക്കുകളിൽ 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങൾ. നടുക്ക് സമാഗമന കൂടാരത്തോടൊപ്പം ലേവ്യ ഗോത്രം. അവിടെയും 12 + 1 13. ഇവിടെ വന്നപ്പോൾ, ഇവിടെ വെളിപ്പാട് 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെയും 12 ഗോത്രങ്ങളെയാണ് കാണുന്നത്. അവിടെ ദാൻ എന്ന ഗോത്രത്തെ കാണുന്നില്ല. ദാൻ ഗോത്രം അവിടെയില്ല. പക്ഷേ ലേവി ഗോത്രത്തെ അവിടെ എണ്ണിയിട്ടുണ്ട്. പിന്നെ എഫ്രയീം എന്ന ഗോത്രവും അവിടെ ഇല്ല. എഫ്രയീമിന് പകരമാണ് യോസേഫ്. യോസേഫും എഫ്രയീമും ഒന്ന് തന്നെ. അവരെ തിരിച്ചും മറിച്ചും പഴയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എഫ്രയീം ഗോത്രത്തിന് പകരം യോസേഫ് എന്ന പേര് വന്നേ ഉള്ളൂ. ഗോത്രം അത് തന്നെയാണ്. കാരണം യോസേഫ് ഗോത്രത്തെ 2ആയിട്ട് തിരിച്ചു, എഫ്രയീം എന്നും മനശ്ശെ എന്നും. മനശ്ശെ മറുഭാഗത്തുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നത് എഫ്രയീം എന്ന് പറഞ്ഞാൽ, യോസേഫ് എന്ന് പറഞ്ഞാൽ എഫ്രയീം ഗോത്രം തന്നെ. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നില്ലാത്തത് ദാൻ ഗോത്രത്തെ മാത്രമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. പക്ഷെ നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടു, ദാൻ ഗോത്ര യഹൂദ ഗോത്രത്തിൽ നിന്ന് യേശുക്രിസ്തു ഉത്ഭവിച്ചതുപോലെ ദാൻ ഗോത്രത്തിൽ നിന്നായിരിക്കും എതിർ ക്രിസ്തു എന്ന ഒരു പൊതുചിന്ത ക്രൈസ്തവ ലോകത്തുണ്ട്. ഉപദേശമല്ലിത്, അനുമാനം മാത്രമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ അസംഷൻ, നോട്ട് എ ഡോക്ട്രിൻ. അതുകൊണ്ട് ഇതൊരു അസംഷനായി മാത്രമേ കണക്കാക്കാവൂ. ദാൻ ഗോത്രത്തിൽ നിന്നാണ് എതിർ ക്രിസ്തു ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ
എതിർ ക്രിസ്തുവിന് ദാൻ ഗോത്രക്കാരുടെ പിന്തുണ ഉണ്ടായിരിക്കും എന്ന ഒരു പൊതുചിന്ത ക്രൈസ്തവ വേദ പഠിതാക്കൾക്കിടയിലുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ മുദ്രിത ഗണത്തിൽ ദാൻ ഗോത്രം ഉൾപ്പെട്ടിട്ടില്ല. രണ്ടാമത്തേത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്, ഈ ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ യാക്കോബ് തൻ്റെ 12 മക്കളെയും ഭാവി സംബന്ധിച്ച് പറയുമ്പോൾ ദാനിനെ കുറിച്ച് പറഞ്ഞ പ്രസ്താവനകൾ, അതും ഈ ഒരു ചിന്താഗതിക്ക് ആക്കം കൂട്ടുന്നതാണ്. 49-ന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു വിട്ടതാണത്. ഈ ചിന്താഗതിക്കുള്ള വായിച്ചു. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിവൻ മലർന്നു വീഴും. അപ്പോൾ ഇവിടെ പാമ്പുമായി, സർപ്പവുമായി, അണലിയുമായിട്ടൊക്കെ ദാൻ ഗോത്രത്തെ താരതമ്യം ചെയ്തിട്ടാണ് യാക്കോബ് പറഞ്ഞത് എന്നതും ഈ ചിന്താഗതിക്ക് ഒരു സഹായകരമായി എടുക്കുന്ന ഭാഗമാണ്. മൂന്നാമത്തെ കാരണം, ന്യായാധിപന്മാരുടെ പുസ്തകം 18-ന്റെ 30-ൽ കാണുന്നുണ്ട്. ജഡ്ജസ് 18:30. അവിടെ നിന്ന് അവർ എഫ്രീം മലനാട്ടിലേക്ക് ചെന്ന് മീഖാവിന്റെ വീട്ടിനരികെ എത്തി. അതാണോ? 18-ന്റെ 30 വായിച്ചത്? ദാൻ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗെർഷോമിന്റെ മകൻ യോനാഥാനും അവന്റെ പുത്രന്മാരും ആ ദേശത്തിന്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതരായി തീർന്നു. കണ്ടോ, ഇവിടെ കാണുന്നത് ദാൻ ഗോത്രക്കാർ ഇവിടെ വിഗ്രഹാരാധന തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ദാൻ ഗോത്രത്തിൽ നിന്നാണ് എതിർ ക്രിസ്തു ഉത്ഭവിക്കുന്നതെന്ന ഒരു ചിന്താഗതി. ആവർത്തിച്ചു പറയുന്നു, ഉപദേശമല്ല, തെളിയിക്കാനായിട്ട് നമുക്ക് ഈ ചില വാക്യങ്ങൾ അനുമാനങ്ങളല്ലാതെ വേറെയില്ല. അങ്ങനെ പറയാനുള്ള ഒന്നാമത്തെ കാരണമാണ് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ മുദ്രിത ഗണങ്ങളിൽ ദാൻ ഗോത്രക്കാരുടെ പേരില്ല. രണ്ടാമത്തെ കാരണമാണ് ഉൽപ്പത്തി 49-ൽ യാക്കോബ് ദാനെ കുറിച്ച് പ്രവചിച്ച ഭാവി പറഞ്ഞ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 18-ന്റെ 30-ൽ വായിച്ചത്. ദാൻ ഗോത്രക്കാരൻ അവിടെ ഇസ്രായേലിൽ വിഗ്രഹാരാധന തുടങ്ങി. ഇതിനേക്കാൾ അല്പവും കൂടെ ഗൗരവമേറിയതാണ് നാലാമത്തേത്. 1 രാജാക്കന്മാർ 12-29, 1 Kings 12:29. കിട്ടിയില്ലേ? അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. അവിടെയും നമ്മൾ കാണുന്നത് ദാൻ ഗോത്രക്കാരൻ ഇസ്രായേലിൽ വിഗ്രഹാരാധന ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നു. ഇസ്രായേലും യഹൂദയും തമ്മിൽ വേർപിരിഞ്ഞു. ആ നിലയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ദാനിലും ബേഥേലിലുമായി കാളക്കുട്ടികളെ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയും ഇസ്രായേൽ മക്കൾക്ക് മുഴുവനും വിഗ്രഹാരാധനയ്ക്കുള്ള വഴി ഒരുക്കി കൊടുത്തതും ദാൻ ഗോത്രക്കാരാണ്. വേറെ ഒരു കാര്യവും കൂടെ ചിലർ ചിന്തിക്കുന്നുണ്ട്. അതാണ് യിരെമ്യാവ് 8:16, ജെറമായ 8:16.
അവന്റെ കുതിരകളുടെ ചിറാപ്പിലിപ്പ് ദാനിൽ നിന്ന് കേൾക്കുന്നു. അതും എതിർ ക്രിസ്തുവാണെന്നൊരു വ്യാഖ്യാനമുണ്ട്. അതിന് അടിസ്ഥാനമൊന്നുമില്ല. ഇതൊരു അറിവിന് വേണ്ടി നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചില വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ നിന്ന് ദാൻ ഗോത്രക്കാരുടെ പേര് കാണാതെ പോയതിന് സമാധാനം കണ്ടെത്തുന്നത്. എന്നാൽ ദൈവം ദാൻ ഗോത്രക്കാരെ തള്ളിക്കളഞ്ഞുവോ? ഇല്ല, ഇല്ല. ഈ പറഞ്ഞതൊക്കെ അനുമാനങ്ങളാണ് കേട്ടോ. സ്തോത്രം, അനുമാനങ്ങളാണ്. ഇവിടെ കണ്ടോ, യാക്കോബിന്റെ മൂത്ത പുത്രന്റെ പേര്, മൂത്ത മകൻ രൂബേന. എന്നാൽ വെളിപ്പാട് 7-ൽ ആദ്യം പേര് പറഞ്ഞിരിക്കുന്ന ഗോത്രം യഹൂദ. അപ്പോൾ ജനനക്രമം അനുസരിച്ചല്ല ഇവിടെ ഗോത്രങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത്. യഹൂദ ഗോത്രത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. 2 കാര്യങ്ങളാൽ യഹൂദ ഗോത്രം ഒന്നാമത് നിൽക്കുന്നു. ഒന്ന്, ദാവീദിന്റെ ഗോത്രം, രാജകീയ ഗോത്രം എന്ന നിലയിലും. 2, നമ്മുടെ കർത്താവ് ജനിച്ച ഗോത്രം എന്ന നിലയിലും. അതുകൊണ്ടാകാം യഹൂദ ഗോത്രത്തെ ഏറ്റവും ആദ്യം പറഞ്ഞത്. എന്നാൽ ദാൻ ഗോത്രത്തിന് ഇവിടെ പേരില്ലെങ്കിലും ദാൻ ഗോത്രക്കാർ സഹസ്രാബ്ദത്തിൽ കർത്താവിനോടുകൂടെ വാഴുന്നതിനെ കുറിച്ച് നമുക്ക് രേഖകളുണ്ട്. അവിടേക്ക് നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ എത്താം. ഏതായാലും ദൈവം ജീവനുള്ള ദൈവം മഹാപീഡനകാലത്ത് പോലും തനിക്ക് വേണ്ടി ഒരു പറ്റത്തെ വേർതിരിച്ചു നിർത്തുന്നു. സ്തോത്രം. എത്ര പീഡനങ്ങൾ ഏറി വന്നാൽ ദൈവം അനുവദിക്കാതെ അത് ആരെയും തൊടില്ല, വിശേഷിച്ച് ദൈവജനത്തെ തൊടില്ല എന്നതിന് ഇവിടെയും കർത്താവ് ഒരു തെളിവ് തരികയാണ്. സ്തോത്രം. ഈ 12,000 വെച്ച് 12 ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേൽക്കുന്ന പ്രിയപ്പെട്ടവർ, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് എതിർ ക്രിസ്തുവിന് തൊടാൻ പറ്റാത്തവരായി, എതിർ ക്രിസ്തുവിന് ദോഷം ചെയ്യാൻ ഒക്കാത്തവരായി നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓർത്തുകൊള്ളുക, ഇന്നും എത്രയധികം നിയമങ്ങൾ കഠിനമായാലും, ശത്രുക്കൾ വാടകോരിയാലും, എത്ര പ്രതികൂലങ്ങൾ ദൈവസഭയ്ക്കെതിരെ ഉയർന്നാലും, ദൈവത്തിന്റെ വിശേഷ പരിപാലനത്തിന് കീഴിൽ ദൈവം തനിക്കുള്ള എല്ലാവരെയും ഇല്ലെങ്കിലും ചിലരെയെങ്കിലും ദൈവീയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കും. പ്രതികൂലങ്ങൾ ഏറി വരുന്നത് കണ്ട് നാം ബേജാറാകേണ്ടതില്ല, നാം ആകുലപ്പെടേണ്ടതില്ല. തീർച്ചയായും ചിലർക്ക് ഒരുപക്ഷെ ഈ കാലത്തും ക്രിസ്തുവിരോധികളാൽ ജീവനാശം സംഭവിച്ചേക്കാം. എന്നാൽ ദൈവം തൻ്റെ സഭയെ തകരാൻ അനുവദിക്കില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അരുളി ചെയ്ത സഭാനാഥൻ ഈ തത്വമനുസരിച്ച് എത്ര പ്രതികൂലത്തിന്റെ നടുവിലും തൻ്റെ പദ്ധതിയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ചിലരെ നിയമിച്ചാക്കും, അഭിഷേകം ചെയ്താക്കും. അതിന് സംശയമില്ല. അതുകൊണ്ട് നമ്മുടെയും മുമ്പിൽ ഏറെ പ്രതികൂലങ്ങൾ ഏറി വന്നാലും നാം ഭയപ്പെടാതെ ദൈവിക പദ്ധതിക്കായി ദൈവത്തോടൊപ്പം നിൽക്കാം. ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന തിരിച്ചറിവോടെ, സ്തോത്രം,
സധൈര്യം മുന്നേറാം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.